Alhamdulillahi Rabbil Alamin. Allahumma salli ala Sayyidina Muhammadin wa ala ali Muhammadin wa barik wa sallim. Rabbi yassir wa la tu'assir wa tammim bil khair. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Rabbi zidna ilma. Assalamu alaikum girls. അപ്പോൾ കഴിഞ്ഞ നമ്മൾ സൂറ ബക്കറയിൽ ആയ നമ്പർ 185 186 ആണ് ചെയ്തത്. ആ 186 പടച്ചോൻ നബി സല്ലല്ലാഹു അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇഫ് മൈ സ്ലേവ്സ് ആസ്ക് യു അബൌട്ട് മീ, ഐ എം നിയർ. ഓക്കെ, ഞാൻ തൊട്ടടുത്തുണ്ട്. ഓക്കെ, യു ക്യാൻ ആസ്ക് മീ. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഹാവ് ടു ആസ്ക് മീ 100 times. എന്നെ ഒരു 100 പ്രാവശ്യം 10,000 പ്രാവശ്യം എന്നെ വിളിക്കേണ്ട. നീ ഒരൊറ്റ ദാവത്ത ഒറ്റ ഒരു സിംഗിൾ കോൾ മതി. നീ എവിടെയെല്ലാം കറങ്ങി എല്ലാ വൃത്തികേടുകളും കാണിച്ചെല്ലാം കഴിഞ്ഞിട്ട് നീ എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ഒരൊറ്റ വിളിച്ചാൽ മതി. ഐ എം നിയർ യു, റൈറ്റ് നിയർ യു. ഓക്കെ, ഓൺലി തിങ് ഐ എക്സ്പെക്ട്. 2 കുഞ്ഞു കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. 2 കണ്ടീഷൻസ്. ഒന്ന്, ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് റെസ്പോണ്ട് ടു മൈ, യു ജസ്റ്റ് try to respond to my call. Try to. You should, Allah, you please try to respond to my call. And the second point is, please trust me. എന്നെ വിശ്വസിക്ക്. You know, I will help you. I'll do whatever you want. But have faith in me. എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നാണ് പഠിച്ചത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. So that I can put you in the right path. വളഞ്ഞു പോയ വഴിയിൽ നിന്ന് നിന്നെ പിടിച്ച് നേരെയുള്ള വഴിയിലേക്ക് ഇടാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. എന്നിട്ട് എന്നോടൊന്ന് ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്യാനൊന്ന് ശ്രമിക്കുക. ഒരു എഫേർട്ട് ഇട്. സുബ്ഹാനല്ലാഹ്. ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്ന പഠിച്ചോൻ പറയുന്നുണ്ടല്ലോ, ട്രൈ ടു റെസ്പോണ്ട് ടു മീ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ നമ്മൾ ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടായി, ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാലാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷന് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലേ? അല്ലാണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് വെറുതെ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഒരു റെസ്പോൺസ് നടത്തൂലല്ലോ. ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. ആ സിറ്റുവേഷനിൽ നിന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആള് നമ്മളോട് എന്തെങ്കിലും പറയുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇല്ലേ? അപ്പൊ പടച്ചോൻ ഇവിടെ പറയുന്നത് റെസ്പോണ്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഈ റെസ്പോണ്ട് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് അപ്പുറത്തുനിന്ന് എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട്, അതിനാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നാണ് പടച്ചോൻ പറയുന്നത്. ആ അപ്പുറത്തുനിന്ന് വരുന്നത് എന്താണ്? അപ്പുറത്തുനിന്ന് വരുന്നത് പടച്ചോൻ പറയുന്ന വാക്കുകളാണ്. അപ്പൊ പടച്ചോൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഞാൻ പറയണ നീ കേക്ക്. ആദ്യം ഞാൻ പറയണ നീ കേട്ടിട്ട് അതിനനുസരിച്ച് നീ റെസ്പോണ്ട് ചെയ്യാനൊന്ന് ശ്രമിക്ക് ചക്കരെ എന്നാണ് പടച്ചോൻ പറയണത്. സുബ്ഹാനല്ലാഹ്. അപ്പോ പടച്ചോൻ പറയുന്നത് എന്താണ്? പടച്ചോൻ നമ്മളോട് പറയാനുള്ളത് പടച്ചോൻ വളരെ ക്ലിയർ ആയിട്ട് ഖുർആൻ വഴി, റെവലേഷൻ വഴി പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ പടച്ചോൻ പറയുന്നത്, നീ ഞാൻ പറയണ കേൾക്കാൻ പറയുമ്പോൾ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇൻഡയറക്ട്ലി എന്താണ് അവിടെ അണ്ടർസ്റ്റുഡ്? വാട്ട് ഈസ് അണ്ടർസ്റ്റുഡ് ഈസ് യു ഗോ ത്രൂ ഖുർആൻ. ഞാൻ പറയണത് എന്താന്ന് നീ ഒന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പൊ പടച്ചോൻ എന്താണ് പറയണത്? മക്കളെ, റമദാനിൽ ഖുർആൻ പഠിക്ക്, ഖുർആനെ കുറിച്ച് മനസ്സിലാക്ക്, എന്നിട്ട് നീ എന്നോട് ചോദിക്ക്. സുബ്ഹാനല്ലാഹ്. ആയ നമ്പർ 185 പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്, ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റമദാൻ മാസത്തിൽ ഞാൻ നിനക്ക് ഖുർആൻ ഇറക്കി തന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് അല്ല പടച്ചോനോട് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ റമദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫാസ്റ്റിംഗിലേക്ക് പോവാതെ പടച്ചോൻ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ആ മാസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നിങ്ങൾക്ക് ഞാൻ ഖുർആൻ അയച്ചു തന്നു. അപ്പോൾ എന്നിട്ടാണ് പടച്ചോൻ പറയുന്നത്, നീ അത് പഠിക്ക്, നീ അതിനെക്കുറിച്ച് പഠിക്ക്, ഞാൻ എന്താണ് നിന്നോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നീ മനസ്സിലാക്ക്. യു പോണ്ടർ, തിങ്ക്, ആൻഡ് ദെൻ പ്ലീസ് ട്രൈ ടു റെസ്പോണ്ട് ടു മീ. ഓക്കെ, ആൻഡ് ജസ്റ്റ് 2 things. ആൻഡ് ഹാവ് ഫെയ്ത്ത്, കംപ്ലീറ്റ് ട്രസ്റ്റ് സോ ദാറ്റ് ഐ ക്യാൻ ബ്രിങ് യു ബാക്ക് ഇൻ ടു ദ റൈറ്റ് പാത്ത്. എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ? ഖുറാന്റെ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിന്റെ മീനിങ്. അല്ലാതെ വെറുതെ ട്രാൻസ്ലേഷൻ വായിച്ച് പോകലല്ലോ. ഇത് ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കണം എക്സാക്ട്ലി എന്താണ് പഠിച്ചത് നമ്മളോട് പറഞ്ഞേക്കണേ. അപ്പൊ റമദാൻ മാസത്തിൽ ഞാൻ പറഞ്ഞത് ഉദ്ദേശിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റമദാൻ മാസത്തിൽ ഫാസ്റ്റിംഗ് അല്ല പഠിച്ചവനോട് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പഠിച്ചവൻ റമദാൻ മാസമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഖുറാനെയാണ്. അപ്പൊ ഖുറാനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് റമദാൻ മാസത്തിൽ. ഖുറാൻ എന്ന് പറഞ്ഞ ആ ഒരു സീല് നമ്മൾ ചാടുക, എന്നിട്ട് നീന്തി തുടിക്കുക, അതിൻ്റെ ഉള്ളിലെല്ലാം വരയ്ക്കുക, കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് തല കുത്തി മറിയുക. മനസ്സിലായില്ലേ? This is what Allah wants us to do. Quran manslaka, think about it, ponder about it, what Allah has said. Look at the creations, how beautiful it is, why Allah has made it so beautiful. What is the purpose of this world? What is the purpose of your life? And why are you facing so many difficulties in this world?
ഇതിനെല്ലാം നമുക്ക് ഉത്തരം കിട്ടും ഖുറാനിലേക്ക് പോയി കഴിഞ്ഞാൽ. എല്ലാത്തിനും ദർ ഇസ് ആൻസർ ഇൻ ദ ഖുറാൻ. അത് ഡെപ്തിൽ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ട്രാൻസ്ലേഷൻ വായിച്ചാൽ ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. അപ്പോൾ പഠിച്ചാൽ പറയുന്നത് വെറുതെ വായിക്കുക റെസിറ്റേഷൻ ആദ്യം. ഇപ്പം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്യാം, വെറുതെ വായിക്കുക. കുറച്ചുകൂടെ ഡെപ്തിൽ പോകാൻ പറ്റുന്നവർ കുറച്ചുകൂടെ ഡെപ്തിൽ കൂടെ പോവുക. പിന്നെ അതിലും ഡെപ്തിൽ പഠിക്കാൻ പറ്റുന്ന എല്ലാവരും അവരവരുടെ സാഹചര്യങ്ങളനുസരിച്ച് ഖുറാനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ റമദാന് മുമ്പ് നിങ്ങൾക്ക് എന്തോരം ഖുറാൻ അറിയുന്നു അതിനേക്കാളും കൂടുതൽ അറിയണം നിങ്ങൾ ഈ മാസം റമദാൻ കഴിയുമ്പോൾ. അണ്ടർസ്റ്റാൻഡ്? യുവർ നോളജ് അബൌട്ട് ഖുറാൻ ബിഫോർ റമദാൻ ഷുഡ് ബി your knowledge about Quran after Ramadan should be much more than what you had before Ramadan. That should be the thing. അല്ലാണ്ട് പഠിച്ചോൻ ഇത്രയും നീ പഠിച്ചിരിക്കണം റമദാൻ കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല. എക്സ്ട്രാ അറിഞ്ഞിരിക്കണം, ഒരു ലിമിറ്റ് പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് ഓൺ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇറ്റ് ഡിപ്പെൻഡ്സ്. അപ്പം അതുകൊണ്ട് അങ്ങനെ പഠിച്ചോൻ പറഞ്ഞില്ല. അതാണ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് ഇസ്ലാം. ജസ്റ്റ് ഡു വാട്ട് എവർ യു ക്യാൻ. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട്, ഓരോ സെക്കൻഡും ഒരു സ്റ്റെപ്പ് മുമ്പിലായിരിക്കാന്ന് മാത്രമേ പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളൂ. എന്തൊരു സിമ്പിളാക്കിയിരിക്കുകയാണ്. പാവോട്ടെ, എനിക്ക് ശരിക്കും വിഷമം തോന്നും ചില സമയത്ത്. എന്തൊരു സ്നേഹമാണ് നമ്മളോടുന്നല്ലേ. പക്ഷെ നമ്മളത് വല്ലതും മൈൻഡ് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഖുറാൻ നമ്മൾ വായിക്കുമ്പോൾ യു ആർ ടോക്കിംഗ് ടു അള്ളാഹ്. ഓക്കെ, അള്ളാഹ് ഇസ് ടോക്കിംഗ് ടു യു ആൻഡ് യു ആർ റെസ്പോണ്ടിങ്. അതൊരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ പഠിച്ചോൻ ഖുറാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ യു ആസ്ക് ദുആ ടു അള്ളാഹ്. സോ വെൻ യു സ്പീക്ക് ടു അള്ളാഹ് ഇസ് ദുആ. നമ്മൾ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പഠിച്ചവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദിസ് 30 days ഇസ് an amazing 30 days. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പഠിച്ചവനായിട്ട് എല്ലാ രീതിയിലും. പഠിച്ചവനായിട്ട് വഴക്കിടുക, എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല, എന്ത് വേണമെങ്കിലും പറയാം. ആസ്ക് ഫോർ ഫൊർഗീവ്നെസ്, കൺഫസ് ചെയ്യുക, ചെയ്ത തെറ്റുകളെല്ലാം കൺഫസ് ചെയ്യുക. റിക്വസ്റ്റ് വിത്ത് ദുആസ്, ഇഷ്ടം പോലെ ദുആസ് ചെയ്യുക. ഞാൻ എവിടെ നിൽക്കണു, എനിക്ക് എന്താ വേണ്ടത്, എൻ്റെ മിസ്റ്റേക്സ് എന്താണ്, എത്രത്തോളം ഞാൻ സോറിയാണ്, എനിക്ക് വാട്ട് ഐ വോണ്ട് ടു അക്കംപ്ലീഷ് ഇൻ ദിസ് ലൈഫ്, എനിക്ക് എന്താണ് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടത്, എനിക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പഠിച്ചോനെ, എനിക്ക് നിന്നെ കാണുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കണം, I don't want to disappoint you, please tell me, please help me. Ask everything. Just spend your time in talking to Allah. പഠിച്ചോനോട് സംസാരിച്ചോണ്ടിരിക്കുക, കംപ്ലീറ്റ് പഠിച്ചോണ്ട് സംസാരിച്ചോണ്ടിരിക്കുക. നമ്മൾ ഈ നൊയമ്പ് പഠിച്ചവൻ പറഞ്ഞിരിക്കുന്നത് ഖുറാന് ശേഷമാണ്. അപ്പം നമ്മൾ ഈ ഫുഡിന്റെ പുറകെയും കുറേ കഷ്ടപ്പെട്ട് അത് ചെയ്യാൻ ഭയങ്കര പ്ലാനിങ്. ഇപ്പം യൂഷ്വലി എല്ലാവരും റമദാന് തലകുത്തി മറിഞ്ഞ് കുറേ പ്ലാനിങ്, ഇന്ന ദുആസ് കാണാതെ പഠിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, കുക്കിംഗ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ സ്ട്രെസ്ഡ് ആണ്. റമദാൻ തുടങ്ങുന്നതിന് ഒരു 1-2 മാസം മുമ്പ് തുടങ്ങും. സോ മെനി കൗണ്ട് ഡൗൺ, 60 days, 50 days, 40 days. വെറുതെ പ്രഷർ തന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക്. നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുക്കുക. ദാറ്റ് ഇസ് വാട്ട് ഐ ഡിസ്. ഇപ്പം കഴിഞ്ഞ കൊല്ലം വരെ ഞാനും എനിക്ക് പഠിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യണില്ലല്ലോ, ഒന്നും പ്രിപ്പയർ ഇല്ല. അപ്പം നമുക്ക് ടെൻഷൻ കയറി നിൽക്കുക, കണ്ട എല്ലാവരും പ്രിപ്പയർ ആവണം, ഞാനൊന്നും ചെയ്യണില്ല എന്ന്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പം ഐ എം വെരി റിലാക്സ്ഡ്. ഞാൻ വരണ പോലെ എടുക്കുകയാണ്. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് ഇറ്റ് കംസ്. ഐ വോണ്ട് ടു എൻജോയ് ദിസ് റമദാൻ. എനിക്ക് പഠിച്ചവനോട് സംസാരിക്കണം. എൻ്റെ ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് പഠിച്ചവനോട് സംസാരിക്കണം, കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കണം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മണിക്കൂറുകൾ, ഫജറിന് 1 മണിക്കൂർ മുമ്പ്, ബാങ്ക് കൊടുക്കുന്നതിന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ്, ഇതെല്ലാം വളരെ വാല്യുബിൾ ആയിട്ടുള്ള സമയമാണ്. ജസ്റ്റ് ടോക്ക് ടു അല്ലാ, ചാറ്റ് ടു അല്ലാ, കമ്മ്യൂണിക്കേറ്റ്, ഹാവ് ഫൺ വിത്ത് അല്ലാ, ഡു എവറിത്തിങ് വാട്ട് യു ക്യാൻ. നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നാട്ടുകാരെ ഒന്നും അന്വേഷിച്ച് പോകണ്ട, നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് കരയാനൊന്നും. നേരെ ഡയറക്ട്ലി പഠിച്ചവൻ അവിടെയുണ്ട്. ദിസ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ 30 days you are getting where Allah will answer your duas, except there are കണ്ടീഷൻസ് ഞാൻ കഴിഞ്ഞ വർഷം മെൻഷൻ ചെയ്തിരുന്നു തോന്നുന്നു. ലൈക്ക് കള്ളു കുടിക്കുന്നവര്, പാരന്റ്സിനെ ഡിസൊബേ ചെയ്യുന്നവര്, സിബ്ലിങ്സുമായിട്ട് ടൈസ് കട്ട് ചെയ്യുന്നവര്, ഇവരുടെ ദുആസ് പഠിച്ചോൻ കേൾക്കില്ല. വെറുതെ നിങ്ങളാരും കഷ്ടപ്പെടണ്ടാട്ടെ. ഈ 3 പ്രശ്നങ്ങളുള്ളവർ ആരെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കഷ്ടപ്പെട്ട് നോമ്പും പിടിക്കേണ്ട, ഖുറാനും വായിക്കേണ്ട. യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ആൻസേഴ്സ് ആൻഡ് യുവർ റമദാൻ ഇസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് ആക്സെപ്റ്റഡ്. എസ്പെഷ്യലി ഈവൻ ലൈലത്തുൽ ഖദറിൽ പോലും ദുആ ചെയ്താൽ നിങ്ങൾക്ക് പഠിച്ചോൻ കേൾക്കില്ല എന്നാ പറയുന്നത്. സോ ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിൻസ്. ഓക്കെ, ദീസ് 3. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഫിക്സ് ചെയ്തോ. ഇറ്റ്സ് വെരി ഈസി ടു ഫിക്സ് തിങ്സ് ഇൻ ദ ദുനിയ. ഓക്കെ, എങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാൽ പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇറ്റ് ഈസ് റീകണക്റ്റിംഗ്, റീഎൻഗേജിങ്, റിജുവിനേറ്റിംഗ് വിത്ത് ഖുറാൻ ആണ് നമ്മളുടെ റമദാൻ മാസം എന്ന് പറയുന്നത്. സോ ഹോൾഡ് ഓൺ ടു ഇറ്റ്, മേക്ക് യൂസ് ഓഫ് ദിസ് 30 days മാക്സിമം. അത് യൂട്ടിലൈസ് ചെയ്യുക.
ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ മാസം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഓവർലോഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ടയേർഡായിട്ട് ലാസ്റ്റത്തെ 10 ദിവസം ആകുമ്പോഴേക്കും നമുക്കൊരു എനർജി ഉണ്ടാവില്ല, അപ്പോഴേ എക്സോസ്റ്റഡ് ആയിട്ട് അങ്ങനത്തെ പരിപാടി. സിമ്പിളായിട്ട് സാവധാനം പോവുക, എൻജോയ് ചെയ്ത് പോവുക, പഠിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എൻജോയ് ചെയ്ത് പോവുക. അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ടോക്കിംഗ് ടു അല്ലാഹ് വെൻ യു ആർ ഇൻ ദ മൂഡ്, ഇറ്റ്സ് സോ നൈസ്. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, നമ്മളിങ്ങനെ രാവിലെ ഫജറിന് മുമ്പൊക്കെ എണീറ്റ് പഠിച്ചൊന്ന് സ്കെച്ച് അവിടെ നിന്ന് ദ്വാരക്കുമ്പോൾ നമുക്ക് യു ഫീൽ ഗുഡ്, യു ഫീൽ പീസ്, ഒരു പീസ്ഫുൾ ഫീലിംഗ് കിട്ടും. അപ്പം നമ്മൾ ഇന്ന് ഇപ്രാവശ്യം പഠിച്ചവനോട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും. പക്ഷെ ചില സമയത്ത് പഠിച്ചവനോട് ഏറ്റവും അകന്നിരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. പക്ഷേ ഈ പഠിച്ചവനോട് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഫീലിംഗ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. പക്ഷെ മറ്റേ ഫീലിംഗും എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ആ പഠിച്ചവനോട് ക്ലോസ് ആയിട്ടിരിക്കുന്ന ആ ഫീലിംഗ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര പീസ്ഫുൾ ആണ്, ഭയങ്കര പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ്. വൈ? ബിക്കോസ് നമ്മളെന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ 2 ഭാഗങ്ങളുണ്ട്. സോളും ഉണ്ട്, ഫിസിക്കൽ ബോഡി ഉണ്ട്. സോൾ നമ്മളുടെ റൂഹും ഉണ്ട്, നമ്മളുടെ ശരീരമുണ്ട്. ഇത് രണ്ട് സാധനങ്ങളാണ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്താണ് നമ്മൾ. അപ്പൊ ഈ ഫിസിക്കൽ ബോഡി ഇപ്പം നമ്മളുടെ ശരീരത്തിന് വേദനയും, നമ്മുടെ കണ്ണു വെച്ച് നമുക്ക് കാണാൻ പറ്റും, കൈ വെച്ച് ടച്ച് ചെയ്യാൻ പറ്റും, പിന്നെ ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ ഡിസയേഴ്സ്, ഇതെല്ലാം നമ്മളുടെ ഫിസിക്കൽ ബോഡിയുടെ ആഗ്രഹങ്ങളാണ്. മനസ്സിലായോ? പക്ഷെ ഈ സോള്, റൂഹ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വലാണ്. ദാറ്റ് സോൾ വാണ്ട്സ് അല്ലാഹ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ സോളിനെ നമ്മൾ കണ്ടിട്ടില്ല. സോളിനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല, സ്മെൽ ചെയ്യാൻ പറ്റില്ല, ഹിയർ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെൻ യു ആർ സിറ്റിംഗ് അലോൺ ടോക്കിംഗ് ടു അല്ലാഹ്, ഏഞ്ചൽസ് ആർ പ്രസന്റ് ദെയർ. ആ ഏഞ്ചൽസിന്റെ പ്രസൻസ് നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് മനസ്സിലാവില്ല, ബിക്കോസ് ഇറ്റ്സ് അൺസീൻ ആണ്, നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് ദ സോൾ എക്സ്പീരിയൻസസ് ഇറ്റ്. ദ സോൾ എൻജോയ്സ് ദ ഏഞ്ചൽസ് അറൌണ്ട്. ആ ഏഞ്ചൽസിന്റെ ഇമ്പാക്റ്റ് ആണ് നമുക്ക് ആ ഒരു പീസ്ഫുൾ ഫീലിംഗ്, ആ ഒരു ട്രാങ്ക്വിലിറ്റി വരുന്നത്. ഇത് അൺസീൻ വേൾഡ് ആണ്, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. ദാറ്റ്സ് എ റിയാലിറ്റി വിച്ച് യു ഡോണ്ട് സീ. ഓൺലി ദ സോൾ ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. ഈ റമദാൻ മാസം തുടങ്ങുമ്പോൾ the whole world changes. The world of unseen changes. That is the most beautiful thing. എന്താ സംഭവിക്കാന്ന് വെച്ചാൽ സ്വർഗത്തിന്റെ വാതിൽ അങ്ങോട്ട് മലർത്തി തുറന്നിടും. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ മതി. വലിയൊരു കോട്ട സ്വർഗം, അതിന്റെ വാതിൽ ഇത്രയും നാൾ അടഞ്ഞു കിടക്കായിരുന്നു, അല്ലെങ്കിൽ അത് പാർഷ്യലി തുറന്നു കിടക്കായിരുന്നു, ഐ ഡോണ്ട് നോ. ഓക്കെ, പക്ഷെ ദാറ്റ് ഹോൾ അതിങ്ങനെ 2 സെക്യൂരിറ്റി സൈഡിൽ നിന്ന് ഇങ്ങനെ തള്ളി ഇങ്ങനെ നീക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് ഓഫ് ഹെവൻ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഇസ് ടോട്ടലി ഓപ്പൺ, എനിവൺ ക്യാൻ എൻ്റർ ഇറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വേറൊരു കോട്ട, ദ ഹെൽ. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് എ ഹ്യൂജ് ഗേറ്റ്. അത് എപ്പോഴും തുറന്നു കിടക്കായിരുന്നു. ഐ ഡോണ്ട് നോ വാട്ട്, പാർഷ്യലാണോ ഫുള്ളാണോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ദാറ്റ് ഇസ് ഗെറ്റിംഗ് ക്ലോസ്. ഒരു സെക്യൂരിറ്റി സൈഡിൽ നിന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ടെന്ന് അതങ്ങ് ലോക്ക്ഡ്. ആൻഡ് ദ മെയിൻ ഡെവിൾ ഇൻ ദാറ്റ് കോട്ട ഈസ് ഗെറ്റിംഗ് ചെയിൻഡ്. ഇത്രയും സംഭവങ്ങൾ അൺസീനിൽ നടക്കുന്നതാണ് റമദാനിൽ. പടച്ചവൻ പറഞ്ഞിട്ടുള്ളതാണ്. സ്വർഗം തുറന്നിടും, നരകം ക്ലോസ് ചെയ്യും, മെയിൻ ഷേത്താൻസിനെ കംപ്ലീറ്റ് ലോക്ക് ചെയ്ത് കളയും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് നമുക്ക് റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താന്ന് വെച്ചാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഷേത്താന്മാർക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല, അവരൊക്കെ ചെയിൻ ചെയ്തിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ആൻഡ് ദ ഹെവൻ ഇസ് ഓപ്പൺ, തിങ്സ് ആർ മെയ്ഡ് ഈസി ഫോർ യു, ഹെൽ ഇസ് ക്ലോസ്. ദാറ്റ്സ് അനദർ ബ്യൂട്ടിഫുൾ തിങ്. അല്ലെങ്കിൽ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റമദാൻ മാസം അല്ലാണ്ട് വേറെ ഏതെങ്കിലും മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് യുവർ സോൾ ഇസ് ഫീലിംഗ് ദാറ്റ് അത് സോളിനെ അറിയാൻ പറ്റുള്ളൂ. ബിക്കോസ് അൺസീൻ വേൾഡ് സോളുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ കണ്ണ് മൂക്ക് വെച്ച് നമുക്കിത് കാണാനും സ്മെൽ ചെയ്യാനൊന്നും പറ്റില്ല. ദാറ്റ് ദ സോൾ ഇസ് എക്സ്പീരിയൻസിങ് ഇറ്റ്. സോ നാച്ചുറലി യു ആർ ഫീലിംഗ് ഇറ്റ്. സോ യു ആർ ഫീലിംഗ് കംഫർട്ടബിൾ, യു ആർ ഫീലിംഗ് അറ്റ് പീസ് ടു ഡു ഓൾ ദിസ് ഫാസ്റ്റിംഗ് പ്രോപ്പർലി വിത്തൗട്ട് എനി ഭയങ്കര പ്രശ്നമൊന്നുമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഈസി ആക്കി തരുന്നതിന്റെ റീസൺ അതാണ്. ഓൾ ദീസ് അൺസീൻ തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ ദിസ് അൺസീൻ വേൾഡ്. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് പടച്ചോനെ വർഷിപ്പ് ചെയ്യാനുള്ള ഒരു പീസ്ഫുൾ ഫീലിംഗ് ഈ സംഭവങ്ങളെല്ലാം അൺസീൻ വേൾഡിൽ നടക്കുന്നതുകൊണ്ട് സംഭവിക്കുകയാണ്. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഇത് ഇമാജിനേഷൻ അല്ല. ദ ഫസ്റ്റ് നൈറ്റ് ഓഫ് റമദാൻ, ഓക്കെ, the world is changing, the unseen world is changing. Subhanallah. ഒന്ന് ആലോചിച്ച് നോക്കി. It's really happening. Wow. Okay, now ayah number 186 അല്ല 187ലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഈ ആയ നമ്പർ 187 പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്. അത് റമദാനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പടച്ചോൻ പറഞ്ഞിരിക്കുന്നത് കൂടെയുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ഇൻ ദീസ് 1 month എല്ലാവരും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ
ഈ സെക്സ്, ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, ഈ സെക്സ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ കുറവായിരിക്കും. ബിക്കോസ് എല്ലാവരും നോമ്പിൻ്റെ ഇടയിലും തറാവ് കഴിഞ്ഞ് പിന്നെ ക്ഷീണവും പിന്നെ കിടന്നുറങ്ങും. പിന്നെ ഇതിനൊന്നും ഒരു ഗ്യാപ്പ് കിട്ടില്ല ആർക്കും. പിന്നെ ഇനിയിപ്പോൾ ഇതിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി അത് കുളിക്കണ്ടേ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നോർമൽ ചിന്തകളാണ് ആൾക്കാരുടെ. അപ്പോൾ എന്താ വെച്ചാൽ ഈ സെക്സും ഫിസിക്കൽ റിലേഷൻഷിപ്പും റൊമാൻസും ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ബോണ്ടിങ്, ഇതിനെല്ലാം ഒരു ബ്ലോക്ക് വരും. നാച്ചുറലി എല്ലാവരുടെയും മനസ്സിലെന്താണ്, റമദാനാണ്, നമുക്ക് കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ ആയാലും ചെയ്യാമല്ലോ എന്നുള്ളൊരു സാധനമാണ്, മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെയാണ് പടച്ചോൻ വേറൊരു സംഭവം പറയുന്നത്. അതൊരു വലിയൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ആയ നമ്പർ 187 ആദ്യത്തെ ഭാഗത്ത്, ഞാൻ ആയെന്ന് വായിക്കുന്നില്ല, പടച്ചോൻ പറയുന്നത് എന്താണ്, ഇറ്റ്സ് പെർമിസിബിൾ ഫോർ യു. എന്താണ് ഇവിടെ പടച്ചോൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്? റഫസു എന്നാണ്. ഈ റഫസു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെക്സും അല്ല, ഇറ്റ് ഇസ് റൈറ്റ് ഫ്രം ദ ആക്ട്. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ നേരെ പോയി സെക്സ് ചെയ്യുന്നല്ലോ. യു കേസ്, യു ഹഗ്, യു ഡു സോ മെനി അതർ തിങ്സ് ആൻഡ് ദെൻ യു ഗെറ്റ് ടു സെക്സ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് വെൻ യു സ്റ്റാർട്ട് ടച്ചിങ് ദ അതർ പേഴ്സൺ മുതൽ ഫോപ്ലേ, ഇംഗ്ലീഷിൽ പറയുകയാണ് ഫോപ്ലേ, ഐ ഡോണ്ട് നോ ഇൻ മലയാളം വാട്ട് യു ഹാവ് ടു സേ. അപ്പോൾ ഫോപ്ലേ മുതൽ ദ ഫൈനൽ എൻഡിങ് ഇന്റർകോഴ്സ് വരെയുള്ള ആ ഒരു ഹോൾ പീരീഡാണ് പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് ഇത് അലൗഡാണ് ഇൻ ദ നൈറ്റ്സ് എന്ന് പടച്ചോൻ പറഞ്ഞിരിക്കുന്നത്. പടച്ചോൻ ഒരിക്കലും ഖുറാനിൽ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കില്ല, എക്സ്പ്ലിസിറ്റ് ലാംഗ്വേജ് ഉപയോഗിക്കില്ല. ഹി ഓൾവേസ് ഗിവ് സട്ടിൽ വേർഡ്സ് സോ ദാറ്റ് യു ഹാവ് ടു ഡിഗ് ഇൻ ടു ദ മീനിങ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ റഫത്ത് എന്ന് പറയുന്നത് സെക്സ് അല്ല, ഇറ്റ് ഈസ് ബേസിക്കലി റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. എന്നിട്ട് പടച്ചോൻ പറയുന്നത് ദേ ആർ ഗാർമെന്റ്സ് ഫോർ യു, യുവർ വൈഫ്സ് ആർ ഗാർമെന്റ്സ് ഫോർ യു ആൻഡ് യു ആർ ഗാർമെന്റ്സ് ഫോർ ദം എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ക്ലോതിങ് എന്ന് പറയണ, ഹസ്ബൻഡ് എന്ന് പറയുന്ന വൈഫിന്റെ ഡ്രസ്സാണ് ക്ലോതിങ്. അപ്പൊ ആ ഡ്രസ്സ് എത്രത്തോളം നമ്മുടെ ശരീരത്തോട് സ്റ്റിക്ക് ചെയ്താ കിടക്കുന്നത്, അതേപോലെ വൈഫ് എന്ന് പറയുന്നതും ഹസ്ബൻഡ് എന്ന് പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോതിങ് എന്നാണ് പടച്ചോൻ പറയുന്നത്. പിന്നെ ഇതിൽ വേറെ അടുത്ത സെഗ്മെന്റിൽ പറയുന്നത് സഹാബാസ്, അതൊരു ചെറിയ വേറെ സ്റ്റോറിയാണ്, വിച്ച് ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഇറ്റ്. സഹാബാസ് വർ ഡൂയിങ്, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു രാത്രി ആയാലും നോമ്പ് തുറന്നു കഴിഞ്ഞാലും ഫിസിക്കൽ റിലേഷൻഷിപ്സ് അലൗഡ് ആകാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് സഹാബാസ് യൂസ് ടു ഹാവ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ദെയർ വൈഫ്സ് ബട്ട് ദേ യൂസ് ടു ഹൈഡ്. അപ്പൊ പടച്ചോൻ പറയാണ്, ഇറ്റ്സ് ഓക്കെ, ഐ ഹാവ് ഫർഗിവൻ യു, ഡോണ്ട് വറി, ബിക്കോസ് യു ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്. അത്രയും സ്ട്രിക്റ്റ് ആവാൻ പറ്റില്ല. ഗോട്ട് ഇറ്റ്? അപ്പോൾ പടച്ചോൻ പറയുന്നത് ഈറ്റ്, ഡ്രിങ്ക്, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. ആൻഡ് ഹി ഹാസ് യൂസ്ഡ് അനദർ വേർഡ്. ഞാൻ അങ്ങനെയുള്ള സ്പെസിഫിക് വേർഡ്സ് മാത്രമേ ഈ ആയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. റെസ്റ്റ് യു ക്യാൻ ഓൾവേസ് ഗെറ്റ് എ ട്രാൻസ്ലേഷൻ. ഓക്കെ, ബാഷിറു ഹുന്ന എന്നാണ് പടച്ചോൻ പറയുന്നത്. ഈ ബാഷിറു ഹുന്ന എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോ അണ്ടർ വൺ സ്കിൻ, പല മീനിങ് ഉണ്ട്. ഗോ അണ്ടർ വൺ ഷീറ്റ്, ഒരു ബെഡ്ഷീറ്റിന്റെ അടിയിൽ പോവാൻ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ക്ലിയർ ആയിട്ടാണ് പടച്ചോൻ പറയണേ. ബോത്ത് ഓഫ് യു ഗോ അണ്ടർ വൺ ഷീറ്റ്. പിന്നെ പറയുന്നത് എൻജോയ് ദ സ്മൈൽസ്, എൻജോയ് ദ സ്കിൻ. സുബ്ഹാനല്ലാഹ്, എൻജോയ് ദ സ്കിൻ പടച്ചോൻ പറയുന്ന. അപ്പം ദാറ്റ് ഇൻക്ലൂഡ്സ് ഫോർ പ്ലേ, ഹഗ്ഗിങ്, കിസ്സിങ്, ഓർ വാട്ട് എവർ വിച്ച് കംസ് ബിഫോർ സെക്സ്. ഓക്കെ, ഞാൻ വളരെ എന്താ പറയുക, പച്ചയ്ക്ക് പറയാണ്, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് വെറുതെ ഹൈഡ് ചെയ്ത് വേണ്ടൊന്നും കാര്യമില്ല, ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അപ്പൊ അത് ആ ഒരു സമയത്ത്, ദാറ്റ് ഇസ് ഇൻ ദ നൈറ്റ്സ്. പക്ഷേ ഫാസ്റ്റിംഗ് തുടങ്ങി കഴിയുമ്പോൾ യു സ്റ്റേ അവേ ഫ്രം ഈച്ച് അതർ. പർസൺസ് ലിമിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ യു ഷുഡ് നോട്ട് ഗോ നിയർ ദം. ഓക്കെ, അടുത്തേക്ക് പോകരുത്, മാറി നിൽക്കണം. യു ഷുഡ് സ്റ്റേ അവേ, യു ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഫാസ്റ്റിംഗ്. ഇത്തിക്കാഫില് മോസ്കില് മസ്ജിദിൽ ഇരിക്കുമ്പോൾ യു ഷുഡ് നോട്ട് ഗോ നിയർ യുവർ വൈഫ്സ്, ഓർ യു ഷുഡ് നോട്ട് ഗോ യുവർ ഹസ്ബൻഡ്, യു ഷുഡ് നോട്ട് go near your husbands or whatever. അതാണ് ലാസ്റ്റ് ആ ആയയുടെ എൻ്റെ അപ്പ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് യു ക്യാൻ നോ. ഞാൻ ഇതിൽ 3-4 പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഒരു കൺക്ലൂഷൻ പോലെ ഈ ആയയുടെ പറയുകയാണെങ്കിൽ, യു ഹാവ് ടു ഹാവ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഹസ്ബൻഡ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് റമദാൻ. ദറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഡു നോട്ട് ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം ഇറ്റ് ജസ്റ്റ് ബിക്കോസ് യു ഹാവ് ടു ഡു ഇബാദ. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം. അതൊന്നും അല്ല. ദിസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അള്ളാഹ് നോസ് ഇറ്റ് വെരി വെൽ. ഒരു പീസ്ഫുൾ സാധനം ഒരു ഹസ്ബൻഡും വൈഫിലും ഉണ്ടെങ്കിൽ ദിസ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നോമ്പിന്റെ സമയത്ത് യു ഷുഡ് സ്റ്റേ അവേ ഫ്രം ഓൾ ദിസ്. നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. പക്ഷെ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് എ ഡീപ്പ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഹസ്ബൻഡ്. യു ഷുഡ് ടേക്ക് ടൈം ടു ഡു ദാറ്റ്. ഇത് ആക്ച്വലി ഒരു പടച്ചോൻ പറഞ്ഞിരിക്കുന്ന ഒരു ഹണിമൂണാണ്, ഡിവൈൻ ഹണിമൂണാണ്. പടച്ചോൻ പറഞ്ഞിരിക്കുന്നതാണ്. അത് പടച്ചോൻ പറഞ്ഞിരിക്കുന്നത് റമദാനിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നേരം വെളുക്കുന്നവരെ യു ഹാവ് ടൈം ടു ഡു ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ സ്പൗസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഷുഡ് സ്റ്റോപ്പ് എവറിഥിങ്. ഇത്തിക്കാഫ് മസ്ജിദിൽ ഇരിക്കുമ്പോഴൊന്നും യു ഷുഡ് നോട്ട് ഗോ നിയർ ഈച്ച് അതർ. This is what he's trying to say in this ayah. He's saying in this ayah. Okay.
അപ്പോൾ ഈ 3 ആയയുടെ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഡെപ്തിലുള്ള മീനിങ് മനസ്സിലാക്കി അൽഹംദുലില്ലാ. അപ്പോൾ പേ അറ്റൻഷൻ ടു ദിസ് പാർട്ട് ഓൾസോ, യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഹസ്ബൻഡ് ഓർ വിത്ത് യുവർ വൈഫ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം റമദാൻ, ബിക്കോസ് ഇറ്റ്സ് ഈസിയർ ദിസ് മന്ത്. ഗോട്ട് ഇറ്റ്. ഇനി 1-2 ദുനിയാവി ടിപ്സ് ഞാൻ പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, അതുകൊണ്ടാണ്. പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ റമദാനിൽ എന്ത് ചെയ്യുമ്പോഴും, നോർമൽ ഡേയ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് നെയ്യത്ത് വേണം. പർച്ചോൻ ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് അല്ലാഹ്. ഈവൻ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, കുഞ്ഞുങ്ങളുടെ കാര്യം ചെയ്യുമ്പോഴും, പഠിക്കുമ്പോഴും, എല്ലാത്തിനും നമ്മൾ പുറത്തു പോകുമ്പോഴും, ഈവൻ ഗ്രോസറി വാങ്ങിക്കാൻ പോകുമ്പോഴും യു ക്യാൻ ഹാവ് ദ ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് അല്ലാഹ് എന്ന് വെച്ചാൽ കുടുംബത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ കുടുംബം ഈസ് എ റെസ്പോൺസിബിലിറ്റി വിച്ച് അല്ലാഹ് ഹാസ് ഗിവൺ ടു യു. സോ എനിത്തിങ് യു ഡു ഫോർ ദം ആൻഡ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് പ്രോപ്പർലി. അപ്പോൾ പ്രോപ്പർലി നമ്മൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നെയ്യത്ത് മസ്റ്റാണ്. അപ്പോൾ യുവർ ഹോൾ ഡേ ആക്ടിവിറ്റീസ് വിൽ ബി കൗണ്ടഡ് ആസ് റിവാർഡബിൾ ആക്ട്സ്. മനസ്സിലായില്ലേ? അപ്പോൾ റമദാനിലും നിങ്ങളിത് ചെയ്യുമ്പോൾ യു ഷുഡ് ഹാവ് ദ നിയ്യ, ബിക്കോസ് വെൻ യു ആർ കുക്കിംഗ് ഫോർ യുവർ ഫാമിലി, യു ആർ കുക്കിംഗ് ഫുഡ് ഫോർ പീപ്പിൾ ഹു ആർ ഫാസ്റ്റിംഗ്. ഗോട്ട് ഇറ്റ്. അപ്പം നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നോമ്പ് പിടിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനാണ്. അപ്പോൾ അതൊരു ഹ്യൂജ് റിവാർഡബിൾ ആക്ട് ആണ്. ഈവൻ ഇഫ് ഇറ്റ്സ് യുവർ ഫാമിലി, ഇറ്റ്സ് എ ഹ്യൂജ് റിവാർഡബിൾ ആക്ട്. അപ്പം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും എല്ലാം നമ്മുടെ നെയ്യത്ത് വേണം കേട്ടോ. കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും നോമ്പിന്റെ എല്ലാം, എവറിത്തിങ്. അല്ലാതെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് റിവാർഡബിൾ ആക്ട് അല്ലാതെ അല്ല. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നോമ്പ് പിടിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ യു ആർ ഗെറ്റിംഗ് റിവാർഡഡ് എവറി സെക്കൻഡ്. സുബ്ഹാനല്ലാഹ്. പിന്നെ വേറൊരു കാര്യം, സക്കാത്ത് കൊടുക്കുമ്പോൾ, ഈ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ മുസ്ലിംസിന് കൊടുക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ നോൺ മുസ്ലിംസിന് നമ്മളുടെ സക്കാത്ത് പൈസ കൊടുക്കാൻ പറ്റില്ല. നോൺ മുസ്ലിംസിന് നമ്മൾ കൊടുക്കുന്നത് സദക്കയാണ്. നമ്മൾ കൊടുക്കണം. പക്ഷെ അത് സദക്കയുടെ പേരിൽ നമുക്ക് നെയ്യാൻ പറ്റില്ല. നമ്മൾ സക്കാത്ത് മണി ഒരു കാരണവശാലും നോൺ മുസ്ലിംസിന് കൊടുക്കാൻ പാടില്ല. പിന്നെ വേറൊരു പോയിന്റ് നോക്കുന്നത്, സക്കാത്ത് മണി എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പടച്ചവന്റെ പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ള ഒരു പൈസയുടെ ഓണർഷിപ്പ് വേറൊരാളുടെ കയ്യിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാണ്. സോ ഹീ ഈസ് ഫ്രീ ടു ഡു വാട്ട് എവർ ഹീ ക്യാൻ ഡു വിത്ത് ദാറ്റ് മണി. പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ആ പൈസ കൊണ്ട് പുള്ളിക്കാരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയാണ്, പടച്ചവൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയാണ് ഈ സക്കാത്ത് പൈസ. അപ്പൊ അതുകൊണ്ട് ആ പൈസ കൊണ്ടുപോയിട്ട് നമ്മൾ പള്ളികൾ പണിയാനോ അതോ ബിൽഡിങ്സ് പണിയാനോ ഇസ്ലാമിക് ബിൽഡിംഗ് പണിയാനോ അങ്ങനെയുള്ള പൈസക്ക് കാര്യങ്ങൾക്ക് സക്കാത്തിന്റെ പൈസ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ആസ് ഫോർ എ കോമൺ പേർപ്പസ്, ഒരു പേഴ്സണ് അവരുടെ ഇഷ്ടത്തിന് ചെലവാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് സക്കാത്ത് പൈസ. അപ്പൊ അത് നോക്കിയിട്ട് വേണം നിങ്ങളത് കൊടുക്കാൻ കേട്ടോ. ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ, പലർക്കും അറിയായിരിക്കും. ഇനി അറിയാൻ പാടാത്തവർക്ക് അതൊരു ഇൻഫർമേഷൻ ആയിട്ടിരുന്നോട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ ഈ റമദാൻ്റെ തുടങ്ങുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ പീസ്ഫുള്ളായിട്ട് വെപ്രാളം പിടിക്കാണ്ട് സമാധാനമായിട്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യുക. പക്ഷെ കീപ് ടോക്കിംഗ് ടു അല്ലാ എവറി ഡേ. ഇപ്പോൾ 10 മിനിറ്റ് കിട്ടിയാണെങ്കിൽ ആ 10 മിനിറ്റെങ്കിലും പഠിച്ചുകൊണ്ട് സംസാരിക്കുക, വഴക്ക് പിടിക്കുക, കാര്യങ്ങൾ പറയുക, കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ, ഖുറാൻ പഠിക്കുക. റമദാന് മുമ്പുള്ളതിനേക്കാളും ഒരു ഇച്ചിരിയെങ്കിലും നോളജ് റമദാൻ കഴിയുമ്പോൾ ഖുറാനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇച്ചിരി ആയാലും മതി. പടച്ചവൻ ആ എഫേർട്ടാണ് നോക്കുന്നത്. പക്ഷെ പടച്ചവൻ നമ്മൾ മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. പക്ഷെ നമുക്ക് പറ്റാവുന്നത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പടച്ചവൻ മനസ്സിലാവും. പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ പടച്ചവൻ നമുക്ക് ഈ മാസത്തെ റമദാൻ, ഈ പ്രാവശ്യത്തെ റമദാൻ ഈസി ആക്കി തരട്ടെ. ബ്ലെസ്ഡ് മന്ത് ആവട്ടെ. നമ്മളെല്ലാവർക്കും സ്വർഗത്തിലേക്ക് ഈസിയായിട്ട്, സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ചാടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പം അതിനുള്ള കാര്യങ്ങളെല്ലാം പടച്ചവൻ നമുക്ക് എളുപ്പമാക്കി തരട്ടെ ഇൻഷാ അള്ളാഹ്. എന്തെങ്കിലും രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ എവിടെയെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പരമാവധി എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. തെറ്റ് വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും മനുഷ്യനാണ്, തെറ്റുകൾ വരും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ പൊറുക്കണം. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പുറത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ടെൻഷൻ വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ്. ഈ ആഴ്ചത്തേക്ക് ദാറ്റ്സ് ഇറ്റ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും.